എല്ലാവർക്കും ലിറ്റിൽ ഗേളി ടോക്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ്, അതുപോലെ പിമ്പിൾസിൻ്റെ മാർക്കുകൾ ഇതൊക്കെ കുറയ്ക്കാനും, അതുപോലെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പ്രോബ്ലം ഉള്ളവർക്ക് ആ ഒരു മാർക്കുകൾ കുറയ്ക്കാനും, അതുപോലെ തന്നെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാവുന്ന ഒരു പാക്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടുള്ളൊരു പാക്കാണ്. ഈ ഒരു പാക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ബോത്ത് ഡ്രൈ സ്കിൻ ഉള്ളവർക്കും അതുപോലെ ഓയിലി സ്കിൻ ഉള്ളവർക്കും ഒരുപോലെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പാക്കാണ്. ഇത് നിങ്ങൾക്ക് ഫുൾ ബോഡിയിലും യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഫേസിൽ മാത്രമായിട്ട് യൂസ് ചെയ്യാം. അതല്ല സ്പോട്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാവുന്ന ഒരു പാക്കാണ്. അപ്പോൾ ഈ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിനി അങ്ങോട്ട് ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ കിട്ടും. അപ്പോൾ വീഡിയോസ് മിസ്സാവാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ല പോലെ പഴുത്ത പഴമാണ് എടുക്കേണ്ടത്. പഴത്തിനെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഈ പഴത്തിൽ നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റും ഗ്ലോയിങ്ങും ഒക്കെ ആക്കി വെക്കുന്ന ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ ഇതിലത്തെ വിറ്റമിൻ സി കണ്ടൻറ്റ് നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്സിനെ ഒക്കെ ലൈറ്റൻ ചെയ്തിട്ട് സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നെസ് തരും. ഈവൻ ടോൺ ആക്കാനും ഹെൽപ്പ് ചെയ്യും. അതായത് ഈ പിഗ്മെൻറ്റേഷൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളത് തടയാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഇതിന് ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സും കൂടെ ഉണ്ട്. സ്കിന്നിൽ പെട്ടെന്ന് റിങ്കിൾസ് ഒക്കെ വരുന്നവർക്കൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു പാക്കാണിത്. കാരണം പ്രിമച്യൂർ ആയിട്ടുള്ള ഏജിങ്ങിനൊക്കെ തടയാനൊക്കെ ഈ പഴം ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇതിലത്തെ പൊട്ടാഷ്യം കണ്ടൻറ്റ് ആയാലും അതുപോലെ വിറ്റമിൻസ് എ ബി സി ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സ്കിന്നിന് നല്ലതാണ്. നല്ലൊരു മോയ്സ്ചറൈസിങ് തരും സ്കിന്നിന്. അതുപോലെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതായത് റിങ്കിൾസ് ഒക്കെ തടയാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇത് ഓയിൽ കൺട്രോൾ ചെയ്യും. അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും ഇത് ചേരും എന്നുള്ളത്. ഞാനിപ്പം പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റനിങ്ങിനും അതുപോലെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പഴം ഇങ്ങനെ ഉടച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ലെമൺ ജ്യൂസാണ്. അപ്പോൾ ഒരു പകുതി നാരങ്ങാനീര് ഞാനിപ്പോൾ ഈ ഒരു പഴത്തിൽ പകുതി നാരങ്ങാനീരാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അപ്പം ചെറുനാരങ്ങ നമുക്കറിയാം റിച്ച് ഇൻ വിറ്റമിൻ സി ആണ്. അതുപോലെ തന്നെ ഇതിനൊരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ അത് ആ സ്പോട്ട്സിനെ ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് തേനാണ്. അപ്പോൾ തേനും ഒരു സ്പൂണാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ തേനും നമുക്കറിയാം നല്ലപോലെ മോയ്സ്ചറൈസിങ് ആണ്. സ്കിന്നിനൊരു ഗ്ലോ തരാനൊക്കെ തേന് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇതെല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി ഈ ഒരു പാക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് ഈ ഒരു പാക്കിന് ഒരു വൈറ്റനിങ് പ്രോപ്പർട്ടി കൂടെ കൊടുക്കുന്നത്. അപ്പം അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് റാഗി പൗഡറാണ്. അപ്പോൾ റാഗി പൗഡറിൻ്റെ മുന്നേയും ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. വെറും റാഗി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ പോലും നല്ല എഫക്റ്റീവാണ്. അപ്പോൾ ഇത് ഇത്രയും ബെനിഫിഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ആകുമ്പം ഡബിൾ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. നല്ല പോലെ ഈ റാഗി പൗഡറും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാവും റാഗിക്ക്. അപ്പോൾ ഒരു മൈൽഡ് സ്ക്രബ് പോലെയാണ് ഉണ്ടാവുക. പക്ഷേ നമ്മൾ സാധാരണ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പാക്ക് ഡ്രൈ ആവുന്ന പോലെ ഈ ഒരു പാക്ക് ഡ്രൈ ആവില്ല. പഴം ഭയങ്കര മോയ്സ്ചറൈസിങ് ആണ്. അപ്പം ഈ പാക്ക് ഉണങ്ങില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇത് അപ്ലൈ ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയാം. 10-20 മിനിറ്റൊക്കെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നെസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താ പറയുക, റാഗി അത്രയും ബെനിഫിഷ്യലാണ്. സൂപ്പർ ഫുഡാണ്. കുഞ്ഞുങ്ങൾക്ക് കുറുക്കായിട്ട് കൊടുക്കാനും ഒക്കെ റാഗി നല്ലതാണ്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ മുന്നേ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും.
ഈ റാഗിയിലുള്ള അമിനോ ആസിഡ്സ് നമ്മുടെ സ്കിന്ന് സാഗ് ആവുന്നത് തടയും. പ്രായം കൂടുന്തോറും നമ്മുടെ സ്കിന്നിങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പോൾ അതൊക്കെ കൊളാജൻ പ്രൊഡക്ഷൻ കുറയുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ അമിനോ ആസിഡ്സ് കൊളാജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ അതുവഴി നമുക്ക് ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ വരുന്നത് തടയാൻ സഹായിക്കും. സാധാരണ നമ്മൾ ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഷ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഒരു പാക്ക് നല്ല മോയ്സ്ചറൈസിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു മോയ്സ്ചറൈസർ ഇടേണ്ട ആവശ്യം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഡേ ടൈമിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും രാത്രി അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇതിൽ ലെമൺ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. നമ്മൾ ലെമൺ പാക്കൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ വെയിലത്തൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി കൂടുതൽ ഡാർക്ക് ആവുകയാണ് ചെയ്യുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഡെയിലി യൂസ് ചെയ്യാവുന്ന ഒരു പാക്കാണ്, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ഓപ്ഷൻ ഉണ്ട്. അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം. പിന്നെ ഈ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.